നമസ്കാരം. മീഡിയ വണ്ടിന്റെ വോട്ട് വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോട്ടയത്ത് നിന്ന് നമ്മൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശക്തമായ മത്സരം ഇത്തവണ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നു. കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ LDFും കൈവിട്ട മണ്ഡലം നിലനിർത്താൻ UDFും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് NDAയുടെ ലക്ഷ്യം. ഏതായാലും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാണ് ഇടുക്കിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കിയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന തൊടുപുഴയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. എന്നോടൊപ്പം തൊടുപുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വോട്ടർമാരുണ്ട്. രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിലാണ് നമ്മളോട് അല്പം രാഷ്ട്രീയം സംസാരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്തായാലും പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് ഇടുക്കി, ഒരു മാറ്റമുണ്ടാകും ഇത്തവണ? തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. നുണപ്രചരണങ്ങൾക്കെതിരെ ശക്തമായ ഒരു കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന്റെ തിരിച്ചു പിടിക്കും മണ്ഡലം. തീർച്ചയായിട്ടും. ചേട്ടാ, അഭിപ്രായം എന്താ? തിരിച്ചു പിടിക്കോ ഡീൻ? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം പഴയതുപോലെ തന്നെ ആവർത്തിക്കും. ഡീൻ പഴയ വോട്ടിന് തന്നെ തോറ്റുപോകും. എന്തൊക്കെയാട്ടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ? കാരണം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയായിരുന്നു കഴിഞ്ഞ തവണ ജോയ്സ് ജോർജിനെ ജയിപ്പിച്ചത്. ഇത്തവണയും അവർ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എങ്ങനെയായിരിക്കും? ഇത്തവണ അവര് UDFിന്റെ കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആര് ജയിച്ചാലും NDA അധികാരത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും, UDF പരിശ്രമിക്കും. ഇപ്പോൾ ഈ കാർഷിക രംഗത്തിന് പ്രധാന ചർച്ച നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ജോയ്സ് ജോർജ് ജയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു MP എന്ന നിലയിൽ പ്രകടനം എങ്ങനെയായിരുന്നു? ഒന്നും പറയാനായിട്ടില്ല. ഇനി ജയിച്ചാൽ കാര്യമായിട്ടൊന്നും നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടാ, ഡീൻ്റെ ഒരു സാധ്യത എത്രത്തോളാണ്? കാരണം ഡീൻ കഴിഞ്ഞ തവണ മത്സരിച്ചു, തോറ്റു. ഇപ്പോൾ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെ വീണ്ടും മത്സരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ഉറപ്പ് 100% ഡീൻ കഴിഞ്ഞ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തൊക്കെയാണ് ജോയ്സ് ജോർജിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ? ഇവിടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജോയ്സ് ജോർജ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ ആളുകൾ പറയും. വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ്. ചേട്ടാ, അപ്പോൾ വലിയ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും സഖാവ് യെച്ചൂരി വന്നിട്ട് പോലും 250 വരെ തേക്കാൻ തൊടുപുഴയിലായില്ല. ഇവിടെ PJ ജോസഫ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മാറി നിന്നു, UDFിന് പിന്തുണ വെക്കുക. പക്ഷേ അതെങ്കിൽ ഏത് തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? രീതിയിലും അത് ബാധിക്കില്ല. ജോസഫ് സാറ് ഏറ്റവും ശക്തമായിട്ട് തന്നെ UDFിന്റെ കൂടെ ഏറ്റവും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണല്ലോ കേരളത്തിൽ മത്സരിക്കാൻ. ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും അതൊരു പ്രധാന ചർച്ചയാകുന്നുണ്ട്. ഇടുക്കിയിലാകുന്നുണ്ടോ? ഇടുക്കിയിൽ രാഹുലിന്റെ പേരെ ആരും സംസാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി വന്നത് ചർച്ചയായിട്ടില്ല, ഒരു ചർച്ചയില്ല. രാഹുൽ തരംഗമില്ല. പത്രവും TVയും കാണാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ അറിയാത്ത വിളിച്ചത്. രാഹുൽ ഗാന്ധിനെ പത്രം വായിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ ചേട്ടാ, എന്തായാലും ഇപ്പൊ ശബരിമല വിഷയം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ടല്ലോ. ഇടുക്കിയിൽ അതൊക്കെ ഏത് രീതിയിലാണ് വരുന്നത്? നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ CPMന്റെ നിലപാട് അത്ര കറക്റ്റായ രീതിയിൽ തന്നെയല്ല നടത്തിയത്. ഓക്കെ, എന്തായാലും ശക്തമായ പ്രചാരണങ്ങൾ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്നത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, പ്രളയമായാലും ശബരിമലയായാലും ഒക്കെ സജീവമായി തന്നെ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് കർഷകർ ഏറെയുള്ള ഒരു മണ്ഡലമാണ്. അവർക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ അവരുടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളും പ്രചാരണത്തിൽ വരുന്നുണ്ട്. എന്തായാലും 23-ന് ഏത് രീതിയിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അത്രമേൽ ശക്തമായ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും വോട്ട് വഴി ഇവിടെ നിന്ന് ഇടുക്കിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.